ഒരു പൂമ്പാറ്റയിലെ ചിറകിലെ നിറങ്ങൾ മുതൽ ഈ പ്രപഞ്ചത്തിലെ ഗ്രഹങ്ങളുടെ ചലനം വരെ എല്ലാം ഒരു സെക്കൻഡ് പോലും തെറ്റാതെ കൃത്യമായി സംഭവിക്കുന്നു. യാദൃശ്ചികമായി സംഭവിക്കുന്നതാണോ ഇതെല്ലാം? അതോ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരാളുണ്ടോ? വിശ്വാസത്തിനും യുക്തിക്കും ഇടയിലുള്ള ആ മനോഹരമായ ലോകത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. മനുഷ്യ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ള ഒന്നാണ് ദൈവവിശ്വാസം. ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ഏത് ഗോത്രത്തിൽ നോക്കിയാലും അവിടെയൊക്കെ ഒരു ഉയർന്ന ശക്തിയിലുള്ള വിശ്വാസം നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് ശാസ്ത്രം ഇത്രയും പുരോഗമിച്ചിട്ടും മനുഷ്യൻ ദൈവത്തിൻ്റെ മുന്നിൽ കൈകൂപ്പുന്നത്? ഇത് വെറും പേടിയാണോ? അതോ ഇതിനു പിന്നിൽ വലിയ മനഃശാസ്ത്രമുണ്ടോ? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ദൈവവിശ്വാസത്തിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് സംസാരിക്കാം. നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയെ ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ. ഓരോ വിത്ത് മുളയ്ക്കുന്നത്, ഓരോ ഋതുക്കൾ മാറുന്നത്, നമ്മുടെ ശരീരത്തിലെ ഓരോ കോശവും പ്രവർത്തിക്കുന്നത്, ഇതിലൊക്കെ ഒരു നിശ്ചിത ക്രമമില്ലേ? ഐസക് ന്യൂട്ടൺ ഒരിക്കൽ പറഞ്ഞത്, സൗരയൂഥത്തിലെ ഈ ക്രമീകരണം ഒരു ബുദ്ധിശക്തിയുള്ള ആൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നാണ്. പലർക്കും ദൈവവിശ്വാസം എന്നത് ഈ മനോഹരമായ സൃഷ്ടിക്ക് പിന്നിലെ സ്രഷ്ടാവിനോടുള്ള ബഹുമാനമാണ്. പ്രകൃതിയിലെ ഓരോ ചലനത്തിലും ആ സാന്നിധ്യം അനുഭവിക്കുന്നവർക്ക് അതൊരു ഊർജമാണ്. ജീവിതം എപ്പോഴും ഒരുപോലെയാവില്ല. പരീക്ഷാപരാജയങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, പ്രിയപ്പെട്ടവരുടെ വേർപാട്, ഇത്തരം സന്ദർഭങ്ങളിൽ മനുഷ്യൻ മാനസികമായി തകർന്നു പോകാറുണ്ട്. അവിടെയാണ് വിശ്വാസം ഒരു മരുന്നായി മാറുന്നത്. എൻ്റെ കൂടെ ഒരാളുണ്ട്, ഈ കഷ്ടപ്പാടുകൾക്കപ്പുറം നല്ലൊരു കാലമുണ്ട് എന്ന ചിന്ത ഒരാളെ ആത്മഹത്യയിൽ നിന്നോ കടുത്ത ഡിപ്രഷനിൽ നിന്നോ രക്ഷിച്ചേക്കാം. മനഃശാസ്ത്രജ്ഞർ പറയുന്നത് വിശ്വാസമുള്ളവരിൽ പ്രത്യാശ കൂടുതലായിരിക്കുമെന്നാണ്. ആ പ്രത്യാശയാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത്. മറ്റൊരു പ്രധാന വശം ധാർമ്മികതയാണ്. പുരാതന കാലം മുതൽ മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിച്ചത് ഇത്തരം വിശ്വാസങ്ങളാണ്. ദൈവം കാണുന്നുണ്ട് എന്ന ബോധം മനുഷ്യനെ തെറ്റുകളിൽ നിന്ന് പിന്തിരിപ്പിക്കാനും നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കാനും സഹായിച്ചു. ദാനധർമ്മങ്ങൾ ചെയ്യാനും പാവപ്പെട്ടവരെ സഹായിക്കാനും പലരെയും പ്രേരിപ്പിക്കുന്നത് ഈ പുണ്യത്തെക്കുറിച്ചുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ സമൂഹത്തിൽ സമാധാനം നിലനിർത്താൻ വിശ്വാസങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. തീർച്ചയായും ഇവിടെ യുക്തിവാദികൾക്കും പ്രസക്തിയുണ്ട്. അവർ ചോദിക്കുന്നത് തെളിവുകളില്ലാതെ എങ്ങനെ വിശ്വസിക്കുമെന്നാണ്. എന്നാൽ വിശ്വാസം എന്നത് തെളിവുകൾക്ക് അപ്പുറമാണ്. സ്നേഹമുണ്ടെന്ന് നമുക്കറിയാം, പക്ഷേ അത് ലാബിൽ വെച്ച് തെളിയിക്കാൻ കഴിയില്ല. അതുപോലെയാണ് ദൈവാനുഭവം. അത് വ്യക്തിപരമാണ്. ഒരാൾക്കത് വിഗ്രഹത്തിലാണെങ്കിൽ മറ്റൊരാൾക്കത് തൻ്റെ കർമ്മത്തിലാണ്. ഏത് രീതിയിലാണെങ്കിലും അത് നിങ്ങളെ ഒരു നല്ല മനുഷ്യനാക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനം. ചുരുക്കത്തിൽ ദൈവവിശ്വാസം എന്നത് വെറുമൊരു ആചാരമല്ല, അത് ജീവിതത്തെ നേരിടാനുള്ള കരുത്താണ്. നിങ്ങൾ എന്തിൽ വിശ്വസിക്കുന്നു എന്നതിനേക്കാൾ ആ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റം കൊണ്ടുവരുന്നു എന്നതാണ് പ്രധാനം. ഇരുട്ടിൽ നടക്കുമ്പോൾ കയ്യിലുള്ള ടോർച്ച് പോലെയാണ് വിശ്വാസം. വഴി മുഴുവൻ അത് കാണിച്ചു തരില്ലായിരിക്കാം, പക്ഷേ അടുത്ത ചുവട് വയ്ക്കാൻ അത് വെളിച്ചം നൽകും. ഈ അറിവുകൾ എല്ലാവരിലും എത്തട്ടെ. നല്ലൊരു ചിന്ത മറ്റൊരാൾക്ക് പകർന്നു നൽകുന്നത് ഒരു വലിയ പുണ്യമാണ്. അതുകൊണ്ട് ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ഭക്തിയുടെയും അറിവിൻ്റെയും ഈ ലോകത്തേക്ക് നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം കൂടുക. ലോക സമസ്ത സുഖിനോ ഭവന്തു.